ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ വെച്ചിട്ടുള്ള രണ്ട് മധുരത്തിൻ്റെ റെസിപ്പീസാണ് കാണിക്കുന്നത്. ഒരു ഐസ്ക്രീമും പിന്നെ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. മാംഗോ ഐസ്ക്രീം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് 3 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ ചൂട് സമയമൊക്കെ ആണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഈ മാങ്ങ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. അങ്ങനെ ആ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മിക്സിയിൽ ഞാൻ ഫസ്റ്റ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പഞ്ചസാര പൊടിയാണിത്. ഇതൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാൻ വീട്ടിലുള്ള ഒരു ഐറ്റം എന്നുള്ള രീതിയിൽ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു. അപ്പോൾ പഞ്ചസാര തന്നെ എടുത്തു. നല്ല ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ: മാങ്ങയും പഞ്ചസാരയും പിന്നെ വിപ്പിംഗ് ക്രീമും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ചെറിയ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന പോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഒരു 2-3 ബാച്ചായിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ സ്റ്റിഫ് പീക്സ് ഒന്നും ആക്കിയെടുക്കണ്ട. കേക്കിനൊന്നും ചെയ്യുന്ന പോലെ കുറച്ചൊരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു മീഡിയം ലെവലിലാണ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരുപാട് അങ്ങ് സ്റ്റിഫ് പീക്സും ആവണ്ട, എന്നാൽ ഒട്ടും ഒരു ലൂസ് രീതിയിലും ആവരുത് കൺസിസ്റ്റൻസി. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വേണം ഐസ്ക്രീമിന് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അടിച്ച് വെച്ചത്, അത് ഇതിലേക്ക് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണമെന്നില്ല. സ്പാച്ചില ഉണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്ററിൽ തന്നെ ചെയ്തെടുത്താണ്. ബീറ്റർ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇനി സ്പാച്ചില എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് വെച്ച് ജസ്റ്റ് സ്ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. എന്നിട്ട് ഏത് ട്രേയിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ച സമയത്ത് കൺസിസ്റ്റൻസി മനസ്സിലായിട്ടുണ്ടാവണം. ആ ഒരു ലെവലിലാണ് വേണ്ടത്. എന്നിട്ട് ഞാനിത് പിന്നെ കുറച്ച് മാംഗോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ പീസാക്കിയിട്ട്. ഇതിലും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം എനിക്കത്ര വലിയ ഇഷ്ടമായില്ല അങ്ങനെ മാംഗോ പീസസ് ഇടയ്ക്ക് കടിക്കുന്നത്. അത് നല്ലപോലെ ഫ്രീസ് ആകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ചിലർക്കത് ഇഷ്ടമാണോന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, നട്ട്സ് വേണേൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതിൽ മാംഗോസ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫ്രീസ് ചെയ്യേണ്ടത് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യുക. രാത്രിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തിട്ട് പിറ്റേന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തതിന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഫ്രീസ് ചെയ്തിട്ട് സ്കൂപ്പ് ചെയ്യുന്ന ടൈമിലുള്ള വീഡിയോ ഒന്ന് കാണാം. പിന്നെ നമ്മൾ ഇത് ഐസ്ക്രീമിൻ്റെ സെറ്റാകുന്നതിന് മുന്നേ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പപ്പടം കുത്തി അങ്ങനെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് പോയി കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ക്ലിംഗ് റാപ്പും വെച്ചിട്ട് വേണം ഫ്രീസ് ചെയ്തെടുക്കാൻ. ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ വീഡിയോയിൽ ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിത് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. ഐസ്ക്രീം സ്കൂപ്പൊക്കെ ഉണ്ട്, അത് വെച്ച് ചെയ്യാൻ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയിൽ മാംഗോ പീസസ് ഇട്ടതുകൊണ്ട് അതെടുക്കാൻ കുറച്ചൊരിതുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് അധികം മാംഗോ പീസസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഐസ്ക്രീം. ടേസ്റ്റും സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഡെസേർട്ടിൽ പോവാം. ഇനി അടുത്ത മാംഗോ വെച്ചിട്ട് ചെയ്യുന്നത് ഒരു പുഡിംഗ് ആണ്. അറബിക് മാംഗോ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ 2 പാക്ക് പാലെടുത്തിട്ടുണ്ട്. കുറച്ച് അധികം ഉണ്ടാക്കുകയാണ്. ഒരു പാക്ക് പാലിലും നിങ്ങൾക്ക് ചെയ്യാം. അത് അളവുകളൊക്കെ നേരെ പകുതിയാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 2 പാക്ക് പാലിന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ചൂടാവാതെ കിട്ടേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കസ്റ്റർഡ് മിക്സ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിലാക്കി എടുക്കുക. അപ്പോൾ ഇതാ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡാണ് എടുത്തത്. അത് ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടില്ല, ഒരു 1/4 ഭാഗം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വേറെ മിക്സ് ചെയ്യാനാണ്.
ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടും അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഷുഗർ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ, ഷുഗർ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ ലോ ആക്കി വെച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാടൊന്നും കസ്റ്റർഡ് ആഡ് ചെയ്തിട്ടില്ലല്ലോ, 2 ടേബിൾ സ്പൂണൊക്കെ അല്ല, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുറുകി കിട്ടില്ല. ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇളക്കിയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലൊരു ക്രീമി ടെക്സ്ചറായി കഴിഞ്ഞാൽ ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കട്ടിയാവേണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്, ആ ഒരു ലെവലിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഞാനിത് മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല ആ ഒരു വീഡിയോ. അതാ ഈ ഒരു പാകത്തിനാണ് ചെയ്തെടുത്തത്. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയ മാങ്ങ ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് പ്യൂരി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ ചെയ്തെടുക്കുക. ഞാനൊരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ എനിക്കത് കറക്റ്റ് അളവായിരുന്നു. ഇനി നമുക്ക് ഈ മാങ്ങയുടെ മിക്സ് നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് സ്കൂപ്പ് ചെയ്തെടുത്തത് കൊണ്ട് ഇതിലിങ്ങനെ പീസസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായി കട്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കസ്റ്റർഡിൻ്റെ. നമ്മളിത് ഗ്യാസിൽ നിന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ നല്ലൊരു കട്ടിയായിട്ട് തന്നെ വരും. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ ചൂടാറിയതിന് ശേഷം വേണം മാംഗോയുടെ പ്യൂരി കസ്റ്റർഡ് മിക്സിലേക്ക് ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇത് നമ്മൾ ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ബ്രെഡാണ്. അപ്പോൾ പേരിലുള്ള പോലെ തന്നെ കസ്റ്റർഡ് മിക്സും ഉണ്ട് ബ്രെഡും ഉണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ ഏത് ട്രേയിലാണോ ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കസ്റ്റർഡ് മാംഗോ മിക്സിൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ലെയർ ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ലെയർ നമ്മൾ പാത്രത്തിന് കണക്കായിട്ട് ചെയ്യാം അത്രയും ചെയ്യാം. ഞാനിതൊരു 3 ലെയറോളം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ, മാംഗോ കസ്റ്റർഡുള്ള, അത് വെറുതെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് ബ്രെഡ് പീസസ് ആക്കി ഇട്ട് കൊടുത്തിട്ടൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ലെയറിങ്ങും ഇതൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്, ബ്രെഡിൻ്റെ ലെയർ. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞൊരു 3-4 മണിക്കൂറെങ്കിലും വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ ആയി കിട്ടും. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും അടിപൊളിയായിട്ട് കിട്ടും. വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. എന്നിട്ട് ഇതിലേക്ക് മുകളിലത്തെ ലെയർ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സ് ഇട്ടിട്ടോ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം വീട്ടിൽ പഞ്ചസാരയാണുള്ളതെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.